ഹായ് ഡിയേഴ്സ്, എന്ത് ചെയ്യുന്ന ആലോചിക്കുമ്പോഴാണ് ഒരു ഐഡിയ വന്നത്. ഞാൻ കുറച്ച് മുന്നേ ഒരു കളർ പേപ്പേഴ്സ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് യൂസ് ചെയ്തത്. കുറച്ച് കാണുമ്പോൾ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് തോന്നും, പക്ഷെ കുറച്ച് പണിയുണ്ട്. ഞാനിത് 2 ദിവസം എടുത്തു. കാരണം നമുക്കൊരു ക്ഷമ വേണം ഇത്. കാരണം ചെറിയ പീസാക്കിയിട്ട് പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അത് ഞാൻ ഒരു ഫ്ലവറിൻ്റെ ഒരു ടൈപ്പിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തപ്പം അത് കറക്റ്റായിട്ട് കിട്ടിയില്ല. കാരണം പെൻസിലോ എന്തെങ്കിലും വെച്ചിട്ട് വേണ്ടിയിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്കതൊരു കറക്റ്റ് എനിക്ക് അത്ര ഇഷ്ടമായില്ല ചെയ്തപ്പോൾ. പിന്നെ ഞാൻ അത് സൈഡിൽ കോർണറൊക്കെ ഒന്ന് കട്ട് ചെയ്ത്, എനിക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. കോർണർ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് കൈയിൻ്റെ ഉള്ളനടിയിൽ ഒന്ന് പെൻസിൽ വെച്ചിട്ട്, ആ പേപ്പർ വെച്ച് പെൻസിൽ വെച്ച് ഒന്ന് കുത്തി കൊടുത്ത്. അപ്പോൾ കുറച്ചൊരു ഷേപ്പ് കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ച് ചെയ്താലും തുടങ്ങിയില്ലേ, അങ്ങനെ തന്നെ അങ്ങോട്ട് പോട്ടെ എന്ന് കരുതിയിട്ട് ചെയ്ത് വന്നപ്പോൾ സമയം എടുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഹേർട്ട് ഷേപ്പ് കാർഡ്ബോർഡിലാണ് കട്ട് ചെയ്തെടുത്തത്. പിന്നെ ഈ കളർ പേപ്പർ ഞാൻ A4 സൈസ് 2 പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ. 2 പേപ്പർ ഫുള്ളായിട്ട് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 2 ഷീറ്റ് എന്തായാലും വേണ്ടി വരും. അത്യാവശ്യം വലുപ്പമുള്ളതായതുകൊണ്ട് ഇതൊരു വലിയ വലുപ്പമല്ല, അത്യാവശ്യം വലുപ്പമുള്ളൊരു ഹേർട്ടാണ് കട്ട് ചെയ്തെടുത്തത്. പിന്നെ ഇത് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് കേട്ടോ, ചെയ്തിട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അറിയാൻ മതിയാവും, കുടിൽ ക്ലൗഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബ് ചാനലുണ്ട്. അവരിത് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ ഇങ്ങനെ തന്നെ സ്ക്വയർ പേപ്പർ തന്നെ ആക്കിയിട്ടാണ് ചെയ്തത്. പക്ഷേ സ്ക്വയർ പേപ്പർ ആക്കിയപ്പോൾ എനിക്കധികം ഒരു ഇത് വന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആ സ്ക്വയർ പേപ്പറിൻ്റെ കോർണർ ഇങ്ങനെ ഒരു കർവ് ഷേപ്പ് ആക്കിയിട്ട് എടുത്തത്. അതാണ് ഇതിനൊക്കെ കുറച്ച് പണിയുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തായാലും 2 ദിവസം എടുത്തിട്ടാണ് ചെയ്തത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അതേപോലെ തന്നെ നമുക്കിത് അടിയിൽ സ്റ്റിക്ക് കൊടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ജൂട്ട് ത്രെഡ് വെച്ചിട്ട് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. പിന്നെ എന്തൊക്കെയുണ്ട്, എല്ലാവരും ഹാപ്പി ആയിട്ട് സുഖമായിട്ട് ഇരിക്കുകയല്ലേ? പിന്നെ എൻ്റെ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ എങ്ങനെയുണ്ട്? നിങ്ങൾ ആരും കമൻറ്റ് ചെയ്യുന്നില്ല. കമൻറ്റ് ചെയ്യുക, ജസ്റ്റ് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ കൂടെ ഒന്ന് നിന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഒരുപാട് പേര് കാണുന്നുണ്ട്, കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. എല്ലാവർക്കും ഒരേ ടേസ്റ്റ് ആണെന്നില്ല. ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ എന്തായാലും ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ മാക്സിമം ഞാൻ സിമ്പിൾ ക്രാഫ്റ്റ് ആട്ടോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ആര് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അധികം അങ്ങോട്ട് ബഡ്ജറ്റ് പോകണ്ടല്ലോ. ഇപ്പോൾ A4 ഷീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ കളർ പേപ്പറിൽ വാങ്ങിയത് 2 രൂപയാട്ടോ ഒന്നിന് വന്നത്. പിന്നെ കാർഡ്ബോർഡ്, പിന്നെ നമ്മൾ നോർമലി ഫെവിക്കോൾ ഒരു 5 രൂപയുടെയൊക്കെ ഫെവിക്കോൾ മതിയാവും കേട്ടോ. എൻ്റെ ഫെവിക്കോൾ തീർന്ന് ഞാൻ തോണ്ടി എടുത്തിട്ടാണ് കേട്ടോ ഇത് ഇത്രയാക്കിയത്. പിന്നെ ജസ്റ്റ് മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ടാണ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തത്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ പേസ്റ്റ് കോട്ടായിട്ട് ഏത് പേപ്പറാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആ കളർ ഒന്ന് അടിക്കാം കേട്ടോ, പെയിൻറ്റ് ചെയ്യാം. പക്ഷേ ഞാൻ പെയിൻ്റ് ഒന്നും അടിച്ചിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ. കുറച്ച് മെനക്കെടുണ്ടെങ്കിലും പക്ഷെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ടേബിളിലെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കി 3 ഐറ്റംസും ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ പെൻ ഹോൾഡറൊക്കെ ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്തൊക്കെ കട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം.